മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളത് ടി വി എസിന്റെ ഏറ്റവും പുതിയ മോഡലാണ്. ഇതാണ് ജുപ്പിറ്ററിൽ ഏറ്റവും പുതിയ മോഡൽ കേട്ടോ. ഡിസൈൻ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാന്ന് പറയുള്ളൂ, പക്ഷേ ഇത് ഇലക്ട്രിക് സ്കൂട്ടർ അല്ല. ഡിസൈൻ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പഴയ ഒരു സെറ്റപ്പേ അല്ല വാഹനത്തിൽ നിന്ന് നോക്കാൻ നേരം. അപ്പൊ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ആദ്യത്തെ ഒരു ലുക്ക്. ഇവിടെ ആയിട്ട് സ്മാർട്ടെക്സ് കണക്ഷന്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടി വി എസിന്റെ ആ കുതിരയാടുന്ന എംബ്ലം നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് യൂണിറ്റ്. LED ഹെഡ്ലൈറ്റ് ആണ് വന്നിരിക്കുന്നത്. താഴത്തേക്ക് വരാനത്തെ നമ്പർ പ്ലേറ്റ് ഏരിയ താഴത്തായിട്ടാണ് നമ്മുടെ ഈ DRL വന്നിരിക്കുന്നത്. ഈ DRLകത്ത് തന്നെയാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ ഇൻബിൽട്ട് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് തെളിച്ച് കാണിച്ചു തരാം നിങ്ങളെ. അടിപൊളിയാട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പം ഞാൻ റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്, കണ്ട. ഈ വെയിലത്ത് എത്രയും വ്യക്തമാകുമെന്ന് എനിക്കറിയില്ല, എന്നാലും നല്ല രീതിക്കുള്ള ഒരു ലൈറ്റ് ആയിട്ടുള്ള രീതിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഓഫ് ചെയ്തേക്കാം. ബാറ്ററി ചാർജ് വെറുതെ ഇറക്കി കളയേണ്ട ആവശ്യമില്ല. പിന്നെ ഫ്രണ്ടിൽ നോക്കാൻ ഇപ്പം നമ്മുടെ കയ്യിരിക്കുന്ന വേരിയന്റിൽ ഡിസ്ക് അല്ല, ഡ്രമ്മാണ് വന്നേക്കുന്നത്. ടോട്ടൽ 4 വേരിയന്റിൽ ഈ വാഹനം അവൈലബിൾ ആട്ടോ. നേരെ നമുക്ക് സൈഡിലേക്ക് വരാൻ നേരത്ത് ഇവിടെയായിട്ട് TVS IGO അസിസ്റ്റ് എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. താഴത്തൊരു റിഫ്ലക്ടർ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സൈഡിലേക്ക് വരാൻ നേരത്ത് ജുപ്പിറ്റർ എന്നൊരു ബാഡ്ജിങ്. പഴയതൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ബാക്ക് സൈഡൊക്കെ വന്നേക്കുന്നത്. ബാക്ക് സൈഡിലൊക്കെ ഒരു രക്ഷയില്ല, ഒന്നും എന്താ പറയുക, ഇത് പറഞ്ഞ് വലിപ്പിക്കാൻ പാടാ കേട്ടോ. ഈ ഗ്യാബ്രൈഡ് തന്നെ നോക്കിയാൽ നല്ല അടിപൊളി ഫിനിഷിങ് ആണ് കേട്ടോ. താഴത്തേക്ക് വരാനായിട്ട് ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററും എല്ലാം കൂടി ഒന്നാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ എല്ലാ പുതിയ മോഡൽ വാഹനങ്ങളിനകത്തും ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. അത്രേ ഉള്ളൂ. ബാക്ക് സൈഡിൽ ഓവറാക്കിയിട്ടുള്ളൊരു സാധനം കാര്യങ്ങളൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു TVSന്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വരാൻ നേരത്ത് ഇതാണ് ഈ കാണുന്നത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോഴത്തേക്കും ജുപ്പിറ്റർ എന്നൊരു ബാഡ്ജിങ് ഉണ്ട്. വേറൊരു കാര്യം അവിടെ കൊടുത്തിട്ടില്ല. പിന്നെ ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് ചവിട്ടിയിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫുഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിപ്പമുള്ള സീറ്റാണ് കേട്ടോ. ഇതേപോലെ ഒരു ഫാമിലിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയിലുള്ള സീറ്റാണ്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഘടകം തന്നെയാണെന്ന് അറിയാം. ഇത് കണ്ടോ, ഫ്യൂവൽ ടാങ്ക് ഏരിയ ഇവിടെയാണ് വന്നേക്കുന്നത്. അപ്പം ഫ്യൂവൽ ടാങ്ക് ഏരിയ ഇവിടെ വരുമ്പോഴത്തേക്കും ഫ്യൂവൽ വലിയ സ്ഥലം ഇതാണ്. ഫ്യൂവൽ ടാങ്ക് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് സീറ്റിനടിയിൽ അത്രയും കൂടി ബൂട്ട് സ്പേസ് കൂടുതലായിട്ട് കിട്ടും. TVSന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. നമ്മുടെ മീറ്റർ ഏരിയ അത്യാവശ്യം നല്ല സ്മാർട്ടായിട്ടുള്ള മീറ്റർ ആട്ടോ. TVS ഓരോ പുതിയ വാഹനം ഇറക്കാൻ നേരത്തും ഓരോ പുതിയ കാര്യങ്ങൾ മീറ്ററിനകത്തേക്കാണേലും വാഹനത്തിനകത്താണെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടിരിക്കും. TVSന്റെ ഏറ്റവും വലിയ പ്രത്യേകത കുറഞ്ഞ ചെലവിൽ, അതായത് കുറഞ്ഞ രീതിയിലാണേലും ഏറ്റവും കൂടുതൽ ഫീച്ചർ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി TVS ശ്രമിക്കും. അത്യാവശ്യം നല്ലൊരു സ്മാർട്ടായിട്ടുള്ള മീറ്ററാണ്. ഇവിടെ ആയിട്ട് നമുക്ക് ഫ്യൂൽ കേജ് കാണാം, ആവറേജ് കിലോമീറ്റർ റേഞ്ച് കാണിച്ചിട്ടുണ്ട്, സ്പീഡോമീറ്റർ, അതേപോലെ ഇവിടെ നമ്മുടെ നെയിം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഇത് ആപ്പുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യണമെങ്കിൽ സെറ്റപ്പ് ആയിരിക്കും. അതായത് നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ വരും നമ്മൾ വണ്ടി കീ ഓൺ ആക്കുന്ന സമയത്ത്. പിന്നെ ഇവിടെ മോഡ് കാണാം, ഇവിടെ സെറ്റപ്പ് സ്വിച്ച് ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കാൻ നേരത്ത് ഇവിടെ ആയിട്ട് എൻജിൻ കിൽ സ്വിച്ച്, സ്റ്റാർട്ട് ബട്ടൺ, ഓഫ് ചെയ്തേക്കാം. ഇവിടെ ആയിട്ട് പാസ് സ്വിച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഇവിടെ തന്നെയാണ് നമ്മുടെ ഹസാർഡ് യൂണിറ്റും ഇൻഡിക്കേറ്ററും വന്നേക്കുന്നത്. ഇവിടെ ആയിട്ട് ഹോണിന്റെ സ്വിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഹോണിന്റെ സൗണ്ട് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് തരാം. അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള ഹോൺ തന്നെയാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറഞ്ഞുതരാം. ഈ കാണുന്ന ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ചിൽ തന്നെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഫോർവേഡ് ഇൻഡിക്കേറ്റർ, അതായത് നമ്മുടെ ഹസാർഡ് തെളിയും, 4 ഇൻഡിക്കേറ്ററും തെളിയും കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്വിച്ച് അതിനകത്ത് വന്നിട്ടില്ല. എല്ലാ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചിൽ തന്നെ ഹസാർഡും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ആകുന്നതായിരിക്കും. താക്കോൽ ഓഫ് ചെയ്തേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇത് തുറന്ന് കാണിച്ചില്ലല്ലോ, ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം. നമ്മുടെ താക്കോൽ ഇടുന്ന സ്ഥലത്ത് തന്നെ ഒരു ചാർജിങ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. പിന്നെ ഇവിടെ ആയിട്ടൊരു ചെറിയൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു കിറ്റോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് തൂക്കിയിട്ടുണ്ട് പോകാൻ സാധിക്കും. താക്കോലിന് TVS ഒരു പേര് കൊടുത്തിട്ട് AOL എന്നാണ്, അതായത് ഓൾ ഇൻ ഓൾ. ഈ ഒരു സംഭവത്തിൽ നമ്മൾ സീറ്റേ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിക്കകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഒന്ന് ലെഫ്റ്റിലേക്ക് ഒന്ന് തിരിക്കുകയാണെങ്കിൽ സീറ്റ് ഓപ്പൺ ആവും. വേണ്ട 2 ഹെൽമെറ്റും
അതല്ലാണ്ട് കുറച്ച് സാധനങ്ങളും കൂടി വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതിനകത്ത്. അടച്ചു വെച്ചേക്കാം. ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി, അടഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് ഫ്യൂല് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇവിടുന്ന് നേരെ ഫ്രണ്ടിലേക്ക് തള്ളുക, റൈറ്റിലേക്ക് തിരിക്കുക, ഓപ്പൺ. ഫ്യൂൽ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങേണ്ട ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് സാധനം? അടിപൊളിയല്ലേ? ഇനി നമുക്ക് ഇവൻ്റെ എൻജിൻ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊരു 110cc എഞ്ചിനാട്ടോ ഈ വാഹനത്തിനകത്ത് വരുന്നത്. ഇത് മാക്സിമം പവർ വരുന്നത് 6500 RPM 7.91 HP ആണ് ഇതിൻ്റെ പവർ വരുന്നത്. മാക്സിമം ടോർക്ക് വരുന്നത് 5000 RPM 9.8 Nm ആണ് ടോർക്ക് വരുന്നത്. മാക്സിമം സ്പീഡ് കമ്പനി അവകാശപ്പെടുന്നത് 82 km ആണ്. എന്നിരുന്നാലും അതിൽ കൂടുതലൊക്കെ വണ്ടി ഓടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 5.1 ലിറ്ററിൻ്റെ കേട്ടോ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഇത് പറയുന്ന മൈലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 65 km കേട്ടോ മൈലേജ് പറയുന്നത്. ഇതിൻ്റെ കർബ് വെയിറ്റ് വരുന്നത് 106 kg ആണ്. സീറ്റ് ഹൈറ്റ് വരുന്നത് 765 mm ആണ്. പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 163 mm. ഓവറോൾ ലെങ്ത്ത് വരുന്നത് 1848 mm ആണ്. അതായത് അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് വണ്ടിക്ക് നല്ല നീട്ടമുണ്ട് എന്നുള്ളതാണ്. അതായത് ആ സീറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം ഒരു ഫാമിലിക്ക് നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സീറ്റാണ് കേട്ടോ. പിന്നെ കമ്പനി പറയുന്ന വാറണ്ടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 50,000 km ആണ് വാറണ്ടി പറയുന്നത്. ഇനി നിങ്ങൾക്ക് അറിയേണ്ട കാര്യം ഈ വാഹനത്തിൻ്റെ വിലയാണ്. ഈ വാഹനത്തിന് 1.12 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പോരാത്തതിന് നമുക്ക് ഈ വണ്ടി ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നേക്കുന്നത് ടോപ്പ് ഹാവൻ TVSന്റെ ഷോറൂമിൽ നിന്നാട്ടാ. അതായത് പൂച്ചാക്കയെന്ന്. സ്ഥലം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂച്ചാക്ക പോലീസ് സ്റ്റേഷന് വടക്ക് വശത്തായിട്ടാണ് ഈ ഷോറൂം ഇരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ശരിയെന്നാൽ ഓക്കെ, ബൈ.